ചേട്ടാ, തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെല്ലാം എല്ലായിടത്തും ഏകദേശം പൂർത്തിയായി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ തിരുവനന്തപുരം ആകട്ടെ, തൃശ്ശൂരാകട്ടെ, പാലക്കാടാകട്ടെ, അങ്ങനെ എല്ലാ ഇടങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ അമിത്ഷായുടെ ടാർഗറ്റിലേക്ക് എത്തി നിൽക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപാട് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം തന്നെ ആ ഒരു അഭിപ്രായമാണ് പറയുന്നത്. ചേട്ടൻ എന്താ തോന്നുന്നത് കാര്യങ്ങളെല്ലാം? തീർച്ചയായിട്ടും വലിയൊരു മാറ്റം ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എക്സാമ്പിൾ ഞാൻ പറയാം. കണ്ണൂർ ജില്ലയിൽ ആണ് എൻ്റെ വീട്, ഇരിട്ടി എന്ന് പറയുന്ന പ്രദേശത്ത്. കണ്ണൂർ ജില്ലയിലെ പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് ഈ തലശ്ശേരി നഗരസഭയുണ്ട്. തലശ്ശേരി നഗരസഭ എന്ന് പറയുന്നത് അവിടെ പ്രതിപക്ഷത്താണ് ഉള്ളത് BJP എന്ന് പറയുന്നത്. അവിടെ ചിലപ്പം ഭരണം പിടിക്കാൻ പറ്റുന്ന നിലയിലേക്ക് BJP സ്വാധീനം ഉറപ്പിക്കുകയാണ്. ഞാൻ ഇന്ന് അവിടുത്തെ ചില വ്യക്തികളുടെ, ചില സുഹൃത്തുക്കളുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടു. അവർ തെരഞ്ഞെടുപ്പിൽ ലൈവായിട്ടുള്ള അവിടുത്തെ ഫോട്ടോസ് അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഫോട്ടോസ് ഷെയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ബൂത്തിൽ, ഒരു ഡിവിഷനിൽ ഈ പറയുന്ന, അല്ലെങ്കിൽ ഒരു വാർഡിലെ അവിടുത്തെ സ്ഥാനാർത്ഥിക്കൊപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 50-ന് മുകളിൽ ആളുകൾ ഈ വീട് കയറാൻ വേണ്ടിയിട്ട് ഹൗസ് ക്യാമ്പയിൻ നടത്തുകയാണ്, ഗൃഹസമ്പർക്കത്തെ നടത്തുകയാണ്. ഒരു 50-ന് മുകളിൽ ആൾക്കാർ ഈ തലശ്ശേരി എന്ന് പറയുന്ന CPM-നെ വലിയ സ്വാധീനമുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലത്തെ പാർട്ടി കോട്ടകളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ വലിയ രീതിയിൽ ആളുകൾ കയറുകയാണ്. ആ പറയുന്ന മാസ് ക്യാമ്പയിൻ കാണുമ്പോൾ തന്നെ അവിടെ വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് നിഷ്പക്ഷമായി നിൽക്കുന്ന വോട്ടർമാരുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടാവും. സാധാരണ രീതിയിൽ ഈ പാർട്ടി കേഡർമാരെ, അതിപ്പം BJP-ന്റെ ആയിക്കോട്ടെ, കോൺഗ്രസിന്റെ ആയിക്കോട്ടെ, CPM-ന്റെ ആയിക്കോട്ടെ, ഈ കേഡർമാരല്ല ഒരു വിജയം നിശ്ചയിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ നിഷ്പക്ഷരായി നിൽക്കുന്ന, അല്ലെങ്കിൽ അവിടെ പലതരത്തിലുള്ള രാഷ്ട്രീയ ചിന്താഗതികളോട് കൂറ് പുലർത്താത്ത, അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ അവിടുത്തെ ഒരു അവസാന ഘട്ടത്തെ മാസ് ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആ ഓളത്തിനൊപ്പം വോട്ട് ചെയ്യുന്ന ആൾക്കാരും, അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. ഇതിൻ്റെ ഒപ്പം രസകരമായ ഒരു കാര്യം ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, മുമ്പൊരിക്കലും ഞാൻ എൻ്റെ ഒരു ചേച്ചിയുണ്ട്, അപ്പോൾ കസിനുണ്ട്, അവളോട് ചോദിച്ചു അപ്പോൾ ആർക്കാ വോട്ട് ചെയ്യുന്നത്. ഞാൻ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കേണ്ടത് വെച്ച് ഞാൻ എന്താ പറയുക, പഞ്ചായത്തിലേക്ക് ഞാൻ CPM-ന് വോട്ട് ചെയ്തു, ബ്ലോക്കിലേക്ക് ഞാൻ മറ്റേ കോൺഗ്രസിന്റെ ചേച്ചിക്ക് വോട്ട് ചെയ്തു, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് ഞാൻ BJP-ക്ക് ആരെ ബുദ്ധിമുട്ടിച്ചില്ല. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കണ്ണൂർ ജില്ലയിലെ ഈ ചില പോക്കറ്റുകൾ, CPM-ന്റെ കോട്ടകൊത്തളമായിട്ടുള്ള പോക്കറ്റുകളിൽ പോലും വലിയ രീതിയിലുള്ള BJP-യുടെ സംഘടനാ പ്രവർത്തനം നടന്നിട്ടുണ്ട്. അവിടുത്തെ ഹൗസ് ക്യാമ്പയിനുകൾ അത്രത്തോളം ശക്തമാണ്. അപ്പോൾ അത് കണ്ണൂർ ജില്ലയിലെ അത്തരത്തിൽ സംഘടനാ പ്രവർത്തനം നടത്താൻ വേണ്ടി പറ്റുമെങ്കിൽ ഈ പറയുന്ന പല പ്രദേശങ്ങളിലും, ഞാൻ ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അവിടെ ആയിരിക്കും ഏറ്റവും കുറവ് BJP സ്ഥാനാർത്ഥികളെ എന്ന് പറയും. അപ്പോൾ അത് മാറ്റിവെച്ച് നോക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള മുന്നേറ്റം BJP-ക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ സ്വഭാവമായിട്ട് 87 നഗരസഭകളുണ്ടല്ലോ, മുനിസിപ്പാലിറ്റികളുണ്ടല്ലോ. അരുമയോട് സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ഒന്ന് എടുത്തു വെച്ച് നമ്മുടെ കേരളത്തിലെ മുനിസിപ്പാലിറ്റികളുടെ ലിസ്റ്റ് നോക്കി, ഓരോ ജില്ല തിരിച്ച്. അപ്പം BJP-ക്ക് സാധ്യതയുള്ള ഏതൊക്കെയാണ് എന്ന് നോക്കി. നമ്മൾ ലഭ്യമാകുന്ന ഡാറ്റ അനുസരിച്ച്, ഞാൻ പറയുന്നതിനകത്ത് ചിലപ്പോൾ തെറ്റുകളുണ്ടാവും കേട്ടോ. അപ്പം ഈ ഡാറ്റയേക്കാളും കൂടുതൽ ഒരു കണക്കുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ ആറ്റിങ്ങൽ നഗരസഭ ഈ BJP ഈസി ആയിട്ട് പിടിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ മുരളീധരൻ കഴിഞ്ഞ തവണ മത്സരിച്ച ഘട്ടത്തിൽ, ലോക്സഭയിൽ മത്സരിച്ച ഘട്ടത്തിൽ ആറ്റിങ്ങലിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള നഗരസഭയാണത്. കൊല്ലത്തേക്ക് വന്നു കഴിഞ്ഞാൽ കരുനാഗപ്പള്ളി നഗരസഭ BJP ഈസി ആയിട്ട് പിടിക്കാൻ വേണ്ടി സാധ്യതയുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പത്തനംതിട്ടയിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 നഗരസഭയ്ക്കുള്ള സാധ്യതയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് പന്തളം അവിടെ ഓൾറെഡി BJP ആണ് ഭരിക്കുന്നത്. അത് നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ തിരുവല്ല നഗരസഭയും ഈ പറയുന്ന ഈ BJP പിടിക്കാൻ സാധ്യതയുണ്ട്. തിരുവല്ലയിൽ അവിടെ നഗരസഭയിൽ വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ BJP നേരത്തെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ഇനി ആലപ്പുഴ ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കായംകുളത്ത് നേരത്തെ തന്നെ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ഘട്ടത്തിൽ ലീഡ് ചെയ്തിട്ടുള്ള പല നഗരസഭകളും ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കായംകുളം എക്സ്പെഷ്യലി എടുത്തു പറയാം. കായംകുളം നഗരസഭ BJP ഈസി ആയിട്ട് പിടിക്കാൻ വേണ്ടി പോകുന്ന നഗരസഭയാണ്. അതേപോലെ കോട്ടയം ജില്ലയിലെയും ഒരു നഗരസഭയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇടുക്കിയിൽ തൊടുപുഴയും മൂന്നാറും ഒന്നും സാധ്യതയില്ലെന്ന് മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെ എറണാകുളം ജില്ലയിലേക്ക് വരുവാണെങ്കിൽ എറണാകുളത്ത് തൃപ്പൂണിത്തറ നഗരസഭ കണ്ണും പൊട്ടി BJP ജയിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന നഗരസഭയാണ്. തൃപ്പൂണിത്തറ നഗരസഭയിൽ അതനുസരിച്ചുള്ള ചടുലമായിട്ടുള്ള നീക്കങ്ങൾ, ചടുലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിക് പ്ലാനുകളെല്ലാം തന്നെ BJP നടപ്പിലാക്കിയിട്ടുണ്ട്, NDA നടപ്പിലാക്കിയിട്ടുണ്ട്. അവിടുത്തെ ഗൃഹസമ്പർക്കങ്ങൾ ആ രീതിയിൽ തന്നെയാണ്. അവിടെ നേരത്തെ തന്നെ BJP-ക്ക് വലിയ സ്വാധീനമുള്ളതാണ്. അവിടെ ഹിന്ദു വോട്ട് ബെൽറ്റ് വലിയ തരത്തിലുള്ള ഒരു പ്രദേശമാണ്. ഇതെല്ലാം ചേർത്ത് വായിക്കുന്ന സമയത്ത് അവിടുത്തെ മാത്രമല്ല, അവിടുത്തെ
ഈ പറയുന്ന CPM അഴിമതികൾ, അവിടുത്തെ CPM വലിയ ഒരു ഭരണ നേട്ടമായി കണക്കാക്കുന്ന 2-3 കോംപ്ലക്സുകളുണ്ട്, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയിട്ടേക്കുന്നത്. അതെല്ലാം അവിടെ തന്നെ വെറുതെ കാട് പിടിച്ച് കിടക്കുന്ന കാഴ്ചകൾ, BJP അവിടുത്തെ സമ്പർക്കത്തിന്റെ ഭാഗമായിട്ട് പുറത്തുവിട്ടിട്ടുള്ള വീഡിയോകൾ, ഇതെല്ലാം വെച്ച് പരിശോധിക്കുന്ന ഘട്ടത്തിൽ അവിടെ തൃപ്പൂണിത്തുറ നഗരസഭ BJP പിടിക്കാൻ വേണ്ടി പോകണം. അതുപോലെ തൃശ്ശൂർ ജില്ലയിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് സാധ്യതകൾ BJPക്ക് ഉള്ളതാണ്. അവിടെ ഒരുപാട് സ്ഥലത്ത് സുരേഷ് ഗോപി ലീഡ് ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും അവിടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കൊടുങ്ങല്ലൂർ നഗരസഭ കണ്ണും പൂട്ടി BJP ജയിക്കാൻ പോകുന്ന സ്ഥലമാണെന്ന് മനസ്സിലാക്കുന്നത്. കാരണം അവിടുത്തെ BJPയുടെ സംഘടനാ സംവിധാനം, അവിടുത്തെ BJPയുടെ ജില്ലാ പ്രസിഡന്റിന്റെ ശേഷി എടുത്ത് നോക്കുകയാണെങ്കിൽ, അവിടുത്തെ RSSന്റെ സംഘടനാ സംവിധാനം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇതെല്ലാം ചേർത്ത് വെച്ച് അവിടുത്തെ ഹിന്ദു ഭൂരിപക്ഷ ബെൽറ്റ് എല്ലാം തന്നെ BJPക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സംവിധാനമുണ്ട്. അവിടുത്തെ ഈ പറയുന്ന ഇതെല്ലാം ചേർത്ത് വെച്ച് നോക്കുന്ന സമയത്ത് തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ നഗരസഭ എന്തായാലും BJP പിടിക്കും. അതിനപ്പുറത്തായിട്ട് ഏതെങ്കിലും നഗരസഭകൾ കൂടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. പാലക്കാട് കണ്ണും കൂട്ടി പറയാൻ പറ്റുന്നത് പാലക്കാട് നഗരസഭ അത് 30+, 35+ എന്നാണ് കഴിഞ്ഞ ദിവസം പ്രശാന്തിനോട് സംസാരിച്ചപ്പോൾ പ്രശാന്ത് പറഞ്ഞത്. അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 30+ എങ്കിലും അവിടെ നേടിക്കൊണ്ട് പാലക്കാട് നഗരസഭയിൽ ഇക്കുറിയും BJP ഭരണം പിടിക്കും എന്നുള്ളത് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ പാലക്കാട് മറ്റൊരു നഗരസഭ കൂടെ പിടിക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ BJP നടത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ല നമുക്ക് തൽക്കാലം വിട്ടുകളയാം. കോഴിക്കോട് ജില്ലയിലേക്ക് വരികയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിലും വലിയൊരു സാധ്യത ഞാൻ കാണുന്നില്ല. വയനാടും വലിയ സാധ്യതയൊന്നും കാണുന്നില്ല. കണ്ണൂർ ജില്ലയിൽ ചില വിപ്ലവകരമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തലശ്ശേരി നഗരസഭയാണ്. അരുണിമ, തലശ്ശേരി നഗരസഭയിൽ BJP അവിടെ ഭരണം പിടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒട്ടും അതിശയോക്തി ഉണ്ടാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ BJPയുടെ സംഘടനാ സംവിധാനം നല്ല രീതിയിൽ എണ്ണയിട്ട യന്ത്രം പോലെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. BJP അവിടുത്തെ എല്ലാ വാർഡുകളിലും വളരെ സജീവമായി തന്നെ ഇടപെടുന്നുണ്ട്. അതിനോട് അപ്പുറമായിട്ട് അവിടെ STP എന്ന പറയുന്ന സംഘടന വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഹിന്ദു കൺസോൾട്ടേഷൻ അതിനിടയിൽ ഈ STPന്റെ പ്രവർത്തനം നടക്കുന്നതുകൊണ്ട് തന്നെ ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാകുന്നു. ആ ഹിന്ദു കൺസോൾട്ടേഷൻ അത് BJPക്ക് അനുകൂലമായി പ്രവർത്തിക്കും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. ഞാനും അത്തരത്തിൽ മനസ്സിലാക്കുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തലശ്ശേരിയിൽ അവിടെ പറയുന്ന എല്ലാ രാഷ്ട്രീയ പ്രവചനങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് തലശ്ശേരി നഗരസഭ BJP പിടിക്കുന്ന കാഴ്ചയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. കാസർഗോഡ് ജില്ലയിലും ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കുകയാണെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ നമുക്കറിയുന്നത് പോലെ തന്നെ K. സുരേന്ദ്രൻ 86 വോട്ടിന് പരാജയപ്പെട്ട മഞ്ചേശ്വരം എന്ന് പറയുന്ന പ്രദേശമുള്ള സ്ഥലമാണ് കാസർഗോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കാസർഗോഡ് ജില്ലയിൽ നിന്നും ഒരു നഗരസഭ BJPക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 10-12 അധികം നഗരസഭകൾ, അല്ലെങ്കിൽ അത് 15ലേക്ക് എത്തിക്കഴിഞ്ഞാൽ പോലും നമുക്ക് അതിൻ്റെ അകത്തൊരു അതിശയപ്പെടാനില്ല. അത്തരത്തിൽ ഒരു വലിയ മുന്നേറ്റം, അതായത് ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ പറയുന്ന പന്തളവും പാലക്കാടുമാണ്. ആ 2ൽ നിന്ന് ഒരു 12ലേക്കോ 15ലേക്കോ എത്താൻ പറ്റുന്ന സാധ്യതയിലേക്ക് BJP വളർന്നിരിക്കുന്നു. ആ രീതിയിലേക്കുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു BJP എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ചേർത്ത് വയ്ക്കാം. ഈ പറയുന്ന നഗരസഭകളിലൊക്കെ BJP എങ്ങനെയാണ് ഈ പറയുന്ന വികസനം കൊണ്ടുവരിക, എങ്ങനെയാണ് അവിടെ ഭരണം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവർത്തനം നടത്തുക എന്ന് സംബന്ധിച്ചുള്ള വികസന രേഖ തന്നെ ഹാജരാക്കിയിട്ടുണ്ട്. അത് ജനസമക്ഷം വെച്ചിട്ടുണ്ട്. അവിടുത്തെ എന്താ പറയുക, കേന്ദ്ര സർക്കാരിന്റെ ബസ്സുകൾ കൊടുക്കുന്ന കാര്യത്തിലും, അവിടുത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യ യാത്രകൾ കൊടുക്കുന്ന കാര്യത്തിലും, അതോടൊപ്പം തന്നെ അവിടുത്തെ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കുന്ന കാര്യത്തിലും, കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കുന്ന കാര്യത്തിലും, അവിടെ ജയിച്ചു കഴിഞ്ഞാണെങ്കിൽ ഓരോ നഗരസഭ കിട്ടിക്കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര പദ്ധതികൾ എന്ന രീതിയിലേക്ക് കൃത്യമായി തന്നെ അതിനെ സംബന്ധിച്ചുള്ള നടപ്പാക്കിയില്ലയോ, അതിനെ നടപ്പാക്കാൻ പറ്റാത്തത് എന്തൊക്കെയാണ്, ഇത് സംബന്ധിച്ചുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി, അത് സംബന്ധിച്ചുള്ള ഇലക്ഷൻ പ്ലാനിങ് BJP പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിപ്പോൾ ഏറ്റവും ലാസ്റ്റ് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം പറഞ്ഞത് ബീഹാർ അവിടെ എന്താ സംഭവിക്കാൻ പോവുകയാണ്, BJP അവിടെ നിന്ന് തോറ്റ് തുന്നം പാടുക എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് നിന്ന് BJP അവിടെ വലിയ ശക്തിയായി എന്താ പറയുക, ഒരു കറുത്ത കുതിരയെ പോലെ കുതിക്കുന്ന BJP ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതേ രീതിയിൽ തന്നെയുള്ള ഇലക്ഷൻ സ്ട്രാറ്റജിയും ഇലക്ഷൻ പ്ലാനിങ്ങുമാണ് കേരളത്തിൽ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ പറയുന്ന 2025 ഡിസംബർ 13 ആകുന്ന ഘട്ടത്തിലേക്ക് ഇലക്ഷന്റെ റിസൾട്ട് ഒരു 12 1 മണിയോടുകൂടി വരുന്ന ഘട്ടത്തിൽ കേരളത്തിലെ മുനിസിപ്പാലിറ്റികളിൽ ഒരു 15 എണ്ണമെങ്കിലും BJP പിടിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.